കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തതായിട്ട് ഏട്ടൻ വരുന്ന ദിനമേ ഏട്ടൻ വരുന്ന ദിനമേ അരുമ ദിനമേ അരുമ ദിനമേ വിദേശ പടക്കൈ പല ദിനം അകന്നു മരവും സോദരനെ എത്ര ദിനം നയനം എത്ര ദിനം ഹൃദയം പ്രിയമോടും കൊതിച്ചു കാൺമതിനായി ഭാഗ്യം പുലരും ദിനമേ ഭാഗ്യം പുലരും ദിനമേ തിരിച്ചങ്ങ് തള്ളിയാണ്. 1948 നിർമ്മല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശങ്കരപ്പിള്ള സാർ എഴുതി EA വാര്യർ സംഗീതം നൽകി വിമലാ വി വർമ്മ മോഹനൻ രാഗത്തിൽ പാടി റെക്കോർഡ് ചെയ്ത ആദ്യ മലയാള സിനിമയിലെ പാട്ടാണിത്. വലിയ അറിവാണല്ലോ, സിനിമയെ പറ്റിയൊക്കെ ഭയങ്കര അറിവാണല്ലോ. അറിയാന്ന ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരൻ, ശബ്ദ സിനിമ ബാലൻ, ആദ്യത്തെ കളർ ചലച്ചിത്രം കണ്ടം പച്ച കോട്ട്, ആദ്യത്തെ 70mm സിനിമ ഏതെന്നറിയാമോ? 70mm പടയോട്ടം. ആദ്യത്തെ ഡോൾബി ഡിജിറ്റൽ പടം ഏതാണ്? കാലാപാനി. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ അടൻ സൊള്ളി പടം ഏതെന്നറിയാമോ? രാത്രി. അത് ഒറ്റ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞോണ്ട. അല്ല, അത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും പോലെ കാളകളിപ്പൊക്കെ നിർത്തി ഞാനിപ്പോ എന്റെ തല മുഴുവൻ സിനിമയാണ്. അയ്യോ, അതൊക്കെ പണ്ട് സിനിമയ്ക്ക് അങ്ങനെ പെട്ടി എടുത്തോണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഡിജിറ്റലാണ്, സാറ്റലൈറ്റ് ലിങ്കിലൂടെയാണ് സിനിമ വരുന്നത്. അതുകൊണ്ട് പെട്ടിയൊന്നും ഇല്ല ഇപ്പൊ. പെട്ടി ചമക്കണ പരിപാടി അല്ലെന്ന്. പിന്നെ എന്റെ സിരകളിൽ ഓടുന്ന ഇപ്പൊ സിനിമ എന്നൊരു ചിന്തയുള്ളു. IFFK തുടങ്ങിയില്ലേ? IFFKക്കുള്ള കോലമാണോ ഇത്? അതെ, അതിന്റെ ഓളപ്പരപ്പുകളിൽ കിടന്ന് എനിക്ക് പൊളയണം. മിക്കവാറും നിങ്ങൾ ഇന്ന് എന്റെ അടി കൊണ്ട് ഇവിടെ കിടന്ന് പൊളയും. ചന്ദ്രി നീ ഒരു കാര്യം എന്റെ ഈ ഭാഗത്തായിട്ട് ഒരു കീയോട് അപ്പൊ പിടിച്ച് കറക്കുമ്പോ നീ വരേണ്ട സ്ഥലത്തോട്ട് അത് നിൽക്കുമല്ലോ. എനിക്ക് ഇന്ന് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം നിങ്ങൾ എല്ലാരും കൂടി. ഇത്രയും കാലം ഞാൻ സഹിച്ച്, ഇനി എനിക്ക് സഹിക്കാൻ പറ്റൂല അണ്ണാ, സഹിക്കാൻ പറ്റൂല. എന്താണ് ചന്ദ്രി, എന്താ പ്രശ്നം? അണ്ണാ, നമ്മൾ ഇങ്ങനെ വഞ്ചിക്കായിരുന്നു ഇത്രയും കാലം, നിങ്ങൾക്ക് അറിയാമോ? ചന്ദ്രി എപ്പോഴും ഉണ്ട് ഈ സംശയം കേട്ടോ. പാവം സുനിയെ വെറുതെ ഇങ്ങനെ സംശയിക്കുന്നു. സംശയമൊന്നുമല്ല, ഇങ്ങനെ ഒരു കാമുകി ഉണ്ടെന്ന്. സുനി അങ്ങനെ ഉണ്ടാവും സാധ്യതയില്ല. എനിക്ക് സുനി നന്നായിട്ട് അറിയാം. എന്റെ തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരട്ടോ. വായിച്ചു നോക്കി. എന്റെ ഒരേ ഒരു കാമുകി സുനി, എന്റെ ഒരേ ഒരു ഭാര്യ സിനി. അയ്യോ, അതങ്ങനല്ല. ആര് സിനി എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അതങ്ങനെയല്ല അളിയ. എന്റെ ഒരേ ഒരു കാമുകി സിനിമ, എന്റെ ഒരേ ഒരു ഭാര്യ സിനിമ, അങ്ങനെ എഴുതിയതാണ്. അതിന് മാ എഴുതിയിട്ടില്ലല്ലോ. മാ എഴുതാൻ നേരത്തെ പേരെതളിഞ്ഞില്ലെന്ന്. നിങ്ങളെ മാ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞു. വീട്ടിൽ വരും, മുറിക്കകത്ത് കയറി ഇടിച്ചിട്ട് ഞാൻ വെളിയിൽ മിണ്ടിയിട്ടുണ്ടാ, തെറി പറഞ്ഞിട്ട് വെളിയിൽ മിണ്ടിയിട്ടുണ്ടാ. വേണ്ട, വീട്ടിൽ വരാന്ന്. നിങ്ങൾ മര്യാദക്ക് വീട്ടിൽ വരും. കുറുണിയപ്പച്ച എവിടെ കിടന്ന് ഭയങ്കര ബഹളമെന്നേ. അവരെന്തി നമ്മളെ വീട്ടിൽ കിടന്ന് വെള്ളം വെക്കണ? അവരുടെ ചുണ്ണാമ്പ് കാണാനില്ലെന്ന്. നിങ്ങൾ എന്തൊരു കൈയൊക്കെ മറച്ചു വെച്ചോണ്ട് നിൽക്കണത്? ഇല്ല, അതിങ്ങനെ നിന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കാം. കൈമാറ്റി കുറുണിയപ്പച്ചി ചുണ്ണാമ്പ്. നിങ്ങൾ ഈ കൊണ്ട് എവിടെ പോവാൻ പോണു? നിങ്ങൾ അവിടെ നേരെ ചവ്വന്ന് പെയ്യ ആരും ശ്രദ്ധിക്കൂല. ഇങ്ങനെയൊക്കെ പെയ്യാലേ ആൾക്കാർ ശ്രദ്ധിക്കും. എവിടെ? അപ്പൊ ഇങ്ങനെ അവിടെ IFFK സിനിമ കാണാനല്ല എണ്ണ പോണത്. 10 പേര് ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഈ വേഷം കെട്ടിക്കോ. അല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി വരണവരുണ്ട്, പക്ഷെ ഞാൻ സിനിമ കാണാൻ തന്നെയാണ് പോണ. നിങ്ങൾക്ക് സിനിമ കാണണമെങ്കിൽ നിങ്ങൾക്ക് മര്യാദക്ക് വീട്ടിൽ ഇരുന്ന് സിനിമ കണ്ടുകൂടാ. ടിവിയിൽ എത്രയോ സിനിമകൾ വരുന്നത്, അത് കണ്ടുകൂടെ. നിങ്ങൾ എന്താ തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോണത്? അല്ല, ടിവിയിൽ വരുന്ന സിനിമയൊന്നും കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ വിദേശ സിനിമകൾ കാണണം. അതായത് അവിടെ ആകുമ്പോൾ അറബിക് സിനിമ വരും, ഇറാൻ സിനിമ വരും, കൊറിയൻ സിനിമ വരും, ഇംഗ്ലീഷ് സിനിമ വരും. ഇതെല്ലാം കണ്ട് നമുക്ക് പൊളയാം. എന്റെ പൊന്നെണ്ണ, ടിവിയിൽ വരണ മലയാള സിനിമ കണ്ടിട്ട് നേരെ ചൊവ്വേ മനസ്സിലാക്കാത്ത ഇങ്ങേരാണ് ഇനിയിപ്പോ ഇംഗ്ലീഷ് ഇറാനും ഒക്കെ ഉണ്ടാക്കാൻ പോണത്. ഇങ്ങനെ അവസാനം കണ്ട സിനിമ ഏതെന്നറിയാമോ? മൈ ഡിയർ കരടി. എന്നിട്ട് കരടിയുടെ വേഷം കണ്ടപ്പോ പേടിച്ച് 3 ദിവസം പനി പിടിച്ച് പണിക്കാവാതെ വീട്ടിൽ കിടന്ന മനുഷ്യനാണ്. എന്നാ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊരു ഗുണമാണ് ഉണ്ടായത്? എനിക്ക് ഭാഷ പഠിക്കാൻ പറ്റി. ഇംഗ്ലീഷ് ഭാഷ പഠിക്കും. ഇംഗ്ലീഷിൽ ഒരു ഡയലോഗ് പറ. യാ ബേബി കമോൺ. കണ്ടാ ഇങ്ങനെ പഠിച്ച ഡയലോഗ് കണ്ട? ഇത് തന്നെ കുഴപ്പം. ഇങ്ങനെ കാണുന്ന എല്ലാ ഇംഗ്ലീഷ് സിനിമയിലും ഒരേ ഒരു കഥയേ ഉള്ളൂ. കഥ ഒന്നേ ഉള്ളെങ്കിൽ ഈ നായകൻ വേറെ അല്ലേ? അതല്ല അതിന്റെ രസം. നിങ്ങളെ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളെ കീമിൽ പിടിച്ച് ഞാൻ തിരിക്കുമെന്ന്. നിങ്ങൾ വീട്ടിലോട്ട് വരും. ഇനി ആരിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. അതിൽ പോവും. നിങ്ങൾ പോവോ? എന്നാ എനിക്കൊന്ന് കാണണം നിങ്ങൾ പോണത്. നീ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതാ മംഗളാശംസകൾ. എനിക്ക് നിങ്ങൾ എന്തായാലും കൊല്ലാൻ പറ്റൂലല്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യണേ നല്ലത്. അളിയ, എനിക്ക് പോകണം അളിയ. എനിക്ക് പെയ്യേ പറ്റൂല അളിയ. ഞാൻ വെറുതെ പറയല്ല, അത് അങ്ങനെ വെറുതെ കയറി പോകാൻ പറ്റില്ല. പാസ് വേണോ അതിന്? പാസ് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മാപ്ര എന്നും പറഞ്ഞു പോകും.
മാപ്ര മാപ്ര അതെന്തൊരു മാപ്ര? നീ എന്നെ മാപ്പിളയെന്ന് വിളിക്കൂലേ അതുപോലെ ഒരു സാധനമാണ് ഈ മാപ്ര. അണ്ണാ എന്തിനാ? അതങ്ങനെയല്ല. ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മാധ്യമ പ്രവർത്തകൻ എന്നുള്ളത് ലോപിച്ച് മാപ്ര എന്നാക്കിയിട്ടുണ്ട്. അണ്ണാ എന്തിനാണ് ഈ പാസ്? എന്തിനാണ്? ഡെലിഗേറ്റ് പാസ് ഉണ്ട്. അതായത് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് ഡെലിഗേറ്റ് ആയിട്ടുള്ള പാസ്, ഡെലിഗേറ്റ് പാസ് കിട്ടിയാൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. ആ പാസ് കിട്ടിയാ പോവാൻ പറ്റുമോ? പിന്നെ? എവിടെ പോയിട്ടായാലും ഞാൻ ആ പാസും കൊണ്ടേ വരുവുള്ളൂ. എവിടെ പോണു? ഡൽഹിയിലെ ഏതാ ഗേറ്റിൽ ചെന്ന പാസ് കിട്ടുമെന്ന് പറഞ്ഞല്ലേ അറിയപ്പെട്ടോ. ഞാൻ പാസ് വേണ്ടി നീ നോക്കിയോടി. ഞാൻ ആ പാസും കൊണ്ടൊന്ന് എവിടെ കിടന്ന് പൊളയും ഞാൻ നോക്കിക്കോ. സുനി എന്തായിരുന്നാലും IFFK പോകുന്നതാണ് തോന്നുന്നു. അയ്യോ അണ്ണാ പേടിക്കണ്ട. അങ്ങേരിക്ക് മഞ്ചവളാകം നിന്ന് നെയ്യാറ്റിൻകര പോയി കഴിഞ്ഞാൽ പിന്നെ പോവാൻ വഴി അറിഞ്ഞൂടാ. 10 മിനിറ്റിനകത്ത് അങ്ങേര് തിരിച്ച് വീട്ടിനകത്ത് തന്നെ വരും. അതുകൊണ്ട് അങ്ങേര് വരുമ്പോ ഞാനും ഇവിടെ കാണണം. ഞാൻ പോട്ടണ്ണ പോട്ടണ്ണ. ഇന്ന് ഞാൻ നോക്കിക്കോ അങ്ങേരെ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ അവിടെ കമന്റുകളുണ്ട്. അതായത് സുനിയും ചന്ദ്രയും കാണാനില്ല എന്നുള്ളത്. കിട്ടണ്ടേ? നല്ല തിരക്കാണ്. അവർക്ക് എല്ലായിടത്തും ആദരവും അവാർഡും ഒക്കെ നൽകി നമ്മുടെ ഓഡിയൻസ് അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനത്തിന്, റെസ്പെക്റ്റിന് വളരെയധികം നന്ദി കേട്ടോ. താങ്ക്സ് അലോട്ട് കേട്ടോ. താങ്ക് യു.